ഈ മെന്റൽ ഹെൽത്തിന്റെ കോസസ് എന്തൊക്കെയായിരിക്കും, അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ? സോ ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സിമ്പിൾ ആൻഡ് പവർഫുൾ ഫ്രെയിം വർക്ക് ഉണ്ട്, ബയോ സൈക്കോ സോഷ്യൽ ഫ്രെയിം വർക്ക്. അതായത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട് കോസസിലേക്ക് വരുന്ന സമയത്ത്, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്. പലപ്പോഴും എനിക്ക് നമ്മുടെ ആളുകളൊക്കെ വിചാരിക്കാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ജനറ്റിക് ആണെന്ന് മാത്രം. ആക്ച്വലി എല്ലാം ജനറ്റിക് അല്ല. ജനറ്റിക് മാത്രമല്ല, ഇപ്പോൾ ക്രോണിക് ഡിസീസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെഡ് റിഡൻ ആയിരിക്കുന്ന ആൾക്കാർ, അവരെയും ഇത് മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കാം. ജനറ്റിക് ഒരു ഫാക്ടറാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സൈക്കോ അല്ലെങ്കിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഉള്ള പോലെ തന്നെ ഒരു ഫാക്ടർ, പക്ഷെ അത് മൾട്ടി ഫാക്ടറൽ കോസാണെന്നാണ് പറയണത്. ഒരിക്കലും ജനറ്റിക് ഒരു അമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞ് മകൾക്ക് ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന കുറച്ച് എൻവയോൺമെൻറ്റൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ സ്ട്രെസ്സേഴ്സും കൂടെ ചേർന്നിട്ടാണ് മെൻ്റൽ ഹെൽത്ത് ഇൽനെസ്സിലേക്ക് അവർ വരുന്നത്. സൈക്കോളജിക്കൽ ആസ്പെക്റ്റും അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം അവരുടെ പേഴ്സണാലിറ്റി ട്രീറ്റ് എങ്ങനെയാണ്, അവർ ഏതെങ്കിലും ട്രോമയിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ, അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഭയങ്കര ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ്, ഇതും അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈവൻ സോഷ്യൽ ആണെങ്കിലും ഇപ്പം നമ്മൾ ജനിച്ചു നമ്മുടെ പേരൻസ് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പേരൻസിൻ്റെ ഇടയിൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ കൊച്ചിനെ അത് ബാധിക്കും. അത് കുറച്ച് വലുതായി കഴിയുമ്പോൾ ഫ്രണ്ട്സിൽ എങ്ങനെയാണ്, ഫ്രണ്ട്സ് ബുള്ളിങ് അങ്ങനത്തെ കുറേ എങ്ങനെ ആ ഒരു സോഷ്യൽ വരുമ്പം, പിന്നെ വരുമ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും എഡ്യൂക്കേഷൻ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പിന്നെ പ്രൊഫഷനിലോട്ട് വരുമ്പം അത് വെച്ചാൽ ആ ഒരു സോഷ്യൽ ഓരോ കാര്യങ്ങൾ വെച്ച് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന് മേ ബി അതൊക്കെ ഒരു കോസായി മാറും.